എൻ്റെ പേര് മായ മാത്യൂസ്. ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ 1968 to 2002 വർക്ക് ചെയ്തു. ഈ 34 ഇയേഴ്സ് എൻ്റെ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ആക്ച്വലി ഗ്രേറ്റ് ഫോർ മീ. പ്രത്യേകിച്ച് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ട് വി ഹാഡ് എ വെരി ഗുഡ് ബാസ്കറ്റ്ബോൾ ടീം. സ്പെഷ്യലി 2002 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. അതുവരെയും സെൻറ്റ് തെരേസാസിന് നല്ല ഒരു സ്പോർട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ സെൻറ്റിനറി പ്രമാണിച്ച് എൻ്റെ പഴയ വെറ്ററൻസ് പ്ലെയേഴ്സ് ഓൾമോസ്റ്റ് ഒരു 200 പിള്ളേരോടും എത്തിയിട്ടുണ്ട്. സ്റ്റാർ വാക്ക് എന്നാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര്. 10 മണി മുതൽ ഞങ്ങൾ മെയിൻ ബ്ലോക്കിൽ അസംബ്ലി ചെയ്തിട്ട് ഇവിടെ സയൻസ് ബ്ലോക്കിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് ഞങ്ങൾ നടന്ന്, അതാണ് ഞങ്ങളുടെ സ്റ്റാർ വാക്ക്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പഴയ കുട്ടികൾ ഇപ്പോഴും അവർ ഇന്ത്യയൊക്കെ കളിക്കാൻ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുണ്ട്. മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റ് റീസെൻ്റ്ലി 6 കുട്ടികൾ പോയി വന്നതേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച. പിന്നെ ദുബായ് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ സീനിയർ പ്ലെയേഴ്സ് കളിക്കാനൊക്കെ നടക്കുന്നുണ്ട്. ഐ ടു ഗോ വിത്ത് ദം. സോ ഐ എം വെരി ഹാപ്പി ടു ബി വിത്ത് ദിസ്. എൻ്റെ പേര് താര ജോർജ്. ഞാൻ സെൻറ്റ് ട്രീസാസ് സ്കൂൾ മുതൽ കോളേജ് ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഞാൻ പഠിച്ചത് ഇവിടെയാണ്. 1977 I passed out from സെൻറ്റ് ട്രീസാസ്. ഇവിടെ വന്നിട്ടാണ് ബാസ്കറ്റ്ബോൾ തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ഇൻറ്റൻസ് കോച്ചിങ്ങും വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള കോച്ചസിനെ വെച്ചായിരുന്നു ഞങ്ങളുടെ വിശ്വപ്പൻ സർ, ഫെൻ സർ, ടു നെയിം എ ഫ്യൂ. അവരെ അൺമാച്ച്ഡ് ആയിരുന്നു ആ സമയത്ത് കോച്ചസ്. അവരുടെ വെച്ചായിരുന്നു ഞങ്ങൾക്കൊക്കെ ട്രെയിനിങ്. സെൻറ്റ് ട്രീസാസ് ബാസ്കറ്റ്ബോൾ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എറണാകുളത്ത് എല്ലാവർക്കും ഒരു പേടിയായിരുന്നു. ആ പേര് കേൾക്കുമ്പോഴേ, സെൻറ്റ് ട്രീസാസിൻ്റെ പേര് കേൾക്കുമ്പോഴേ ഒരു പേടിയായിരുന്നു ബാസ്കറ്റ്ബോളിൻ്റെ ഇതിൽ വെച്ചിട്ട്. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ ലോങ് ടൈം വി ഹവ് ഓൾ മെറ്റ് ടുഗെദർ. ഇറ്റ് വാസ് ബേസിക്കലി മിസ് മായാസ് ഇനീഷ്യേറ്റീവ് ഇത് തുടങ്ങാനായിട്ട്, ഈ ഒരു സ്റ്റാർ വാക്ക് തുടങ്ങാനായിട്ട്. ഞങ്ങളെല്ലാവരും വളരെ ഇപ്പോഴും മിസ്സിൻ്റെ കൂടെ ഒരു സപ്പോർട്ടുള്ള കാരണം ഞങ്ങളെല്ലാവരും കൂടെ കോർഡിനേറ്റ് ചെയ്താണ് ഈ വാക്കത്തോൺ നടത്തിയത്. ഞാൻ ഒരു സിസ്റ്ററിൻ്റെ സ്പെഷ്യലായിട്ടൊരു കാര്യം പറയേണ്ടത്, അതിന് മുമ്പേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിസ്റ്റർ കാംലീറ്റ ഉണ്ടായിരുന്നു. ഷി വാസ് നോട്ട് ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലായിരുന്നു, പക്ഷേ ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തൊരു സിസ്റ്ററായിരുന്നു. ഇൻ റെമിനിസെൻറ്റ് ഓഫ് ഓൾ ദ good times that we had in college and in basketball. Yes. I was a student of this college and I was the English literature first batch of this college also. While I was studying, I was interested in basketball because I played netball. And in netball there is only 2 shooters and I was the main shooter. And then I was also deeply interested in athletics and badminton, shuttle badminton. Once when I came back to Cochin, I joined this college. I did play for the college, not shuttle but ball badminton. എൻ്റെ പേര് മോളി മാത്യു. ഞാൻ 75 to 80 ആ സമയത്ത് സെൻറ്റ് ജോസഫ് കോളേജിലുണ്ടായിരുന്ന ആളാണ്. അന്ന് അത്ലറ്റിക്സിലും ബാസ്കറ്റ്ബോളിലും ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഒക്കെ റെപ്രസെൻറ്റ് ചെയ്ത്, അന്ന് MG യൂണിവേഴ്സിറ്റി ഇല്ല, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റ് ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ സൗത്ത് സോൺ വിന്നേഴ്സായിരുന്നു ആ സമയത്ത്. ആദ്യമായിട്ട് ആ സമയത്ത് വിന്നേഴ്സായതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓൾ ഇന്ത്യയിൽ ഞങ്ങൾ റണ്ണറപ്പായിരുന്നു. അന്നൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഒരു പിന്നെ വിൻ ചെയ്യണം, ഓഫ് കോഴ്സ് അതിൻ്റെ ആ സ്പിരിറ്റ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റായിരുന്നു. കുറവുകൾ, കുറ്റങ്ങൾ, അങ്ങനത്തെ ഒരു കാര്യവും. ഇറ്റ് വാസ് എ ഫുൾ ടീം സ്പിരിറ്റ് ആൻഡ് വി യൂസ് ടു പ്ലേ ഫോർ ദ ത്രിൽസ്. ആ കളിക്കാനുള്ളതിൻ്റെ ആ ത്രിൽസിലാണ് കളിക്കുന്നത്. വീണോ, കൈപോയോ, വെയിലാണോ, മഴയാണോ, അങ്ങനത്തെ യാതൊരു ചിന്തയുമില്ല. പക്ഷേ ഞങ്ങൾക്ക് സീനിയേഴ്സ് മുതൽ ജൂനിയേഴ്സ് വരെ എല്ലാവരും ഒരു ഒറ്റക്കെട്ട്, ഒരു ഡിവിഷനൊന്നുമില്ല, അങ്ങനെയായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ഓരോ ട്രിപ്പിനും കോളേജും ഞങ്ങളുടെ ടീച്ചർ മായ മാത്യൂസ് ഞങ്ങളുടെ ടീച്ചറായിരുന്നു. നല്ല കോപ്പറേഷനും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടും തരുമായിരുന്നു. ബാസ്കറ്റ്ബോളിൻ്റെ ഫ്രെറ്റേണിറ്റിയിലുള്ളവരും സെൻറ്റ് ട്രീസാസിലെ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. അതിപ്പോഴും കാണാം. നമ്മളിപ്പോൾ നാളത്തെ ഫംഗ്ഷൻ ആണെങ്കിലും അവരെല്ലാവരും ഞങ്ങളുടെ വെൽവിഷേഴ്സായിട്ടും ഞങ്ങളുടെ കോച്ചസായിട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ അന്നും ഇന്നും ഉണ്ട്. അതിൽ ഐ എം വെരി പ്രൗഡ് ദറ്റ് ഐ ഗോട്ട് ദിസ് ചാൻസ്. ഞാൻ എനിക്ക് മാർക്കുണ്ടായിരുന്നു എങ്കിൽ പോലും സ്പോർട്സ് കോട്ടായിൽ അഡ്മിഷൻ കിട്ടിയ ഒരാളാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതിന് എനിക്ക് ഭയങ്കര ത്രിൽസാണ്. ബിക്കോസ്
ആ ഒരു അനുഭവം ലൈഫ് സ്കിൽസ് ഒരുപാട് തന്നിട്ടുണ്ട്. നമ്മൾ ലൂസ് ചെയ്യും, വിൻ ചെയ്യും, അതിനായിട്ട് കൂടുതൽ പരിശ്രമിച്ചാൽ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടും. അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും നല്ല സ്പോർട്സാണ്. ആൻഡ് ഐ വിൽ റെക്കമെൻഡ് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവർ വരെ സ്പോർട്സിന് ഒരു ശകല സമയം മാറ്റി വെച്ചാൽ നമ്മൾ ലൈഫ് സ്കിൽസ് ഒരുപാട് അതിൽ നിന്ന് പഠിക്കും. അപ്പോൾ അതിനായിട്ട് എല്ലാവരും തുനിയണമെന്നും എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എല്ലാവർക്കും നല്ലൊരു ഒരു ഇവൻറ്റ് സ്പിരിറ്റ് ഞാൻ വിഷ് ചെയ്യുന്നു. അതുപോലെ കൊച്ചു മക്കളെ മുതൽ എല്ലാവരും സ്പോർട്സിനായിട്ട് എൻകറേജ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. At the very outset, when the college said that it is going to celebrate its 100th year, I got very excited because I'm a student who studied in St. Teresa's from kindergarten till I finished my degree. And because I lived in the vicinity, all the facilities of the college were available for us. And there were 4 of us, 4 sisters. Actually, St. Teresa's is what I am today. I know I owe it to St. Teresa's College for having molded me, made me love sports, love music, love march past, love activities. And when a friend of mine, Tara, told me that the alumni ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു സ്പോർട്സ് പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. താര, യെസ്, ഐ എം ഇൻ ഇറ്റ് എന്ന് പറഞ്ഞ് വന്നു. മായ മാമിൻ്റെ എൻത്യൂസിയാസം, ഒരു ദിവസം പെരും മഴയത്ത് മായ മാം ഡിഡ് ദ വാക്കത്തോൺ സ്ട്രെച്ച് വിത്ത് വൺ ഓഫ് അവർ, ഷീ കോൾസ് ഓൾ ഹർ ചിൽഡ്രൻ മക്കളെയും കൊണ്ട്, ഒരു മോളെയും കൊണ്ട് ഷീ വാക്ക് ദ ഡിസ്റ്റൻസ്. I was so surprised. That was so energizing. Actually, every day that we've been having meetings after meeting, very energizing. And the pains and the detailing done by the sports alumni, especially I have to mention the basketballers. They really went to town. It was really good. Hi, my name is Elizabeth Susan Koshi. I'm an international shooter. I am at St. Teresa's College 2012 to 15 vareyana padichadu. And I was in the arts block, the BA Economics batch. And the college has always been a very good memory for me, and I always love coming back to St. Teresa's College because this is like my second home. And eniki ividuthe ellarum, including my teachers and staff and management, eniki thanna support was intense. And adondu thanneyana eniki aa samayathe shooting la nalloണം perform cheyan sadhichadu. Even when I come back after an event, eniki ividuthe teachers thanirunna support, in terms of academics, എനിക്ക് പഠിക്കണമെങ്കിലും എനിക്ക് ഒരുപാട് അവർ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ആൻഡ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കയറുമ്പോൾ ഉള്ള പള്ളിയാണ്. സോ ദർ ഇസ് നോ വൺ സിംഗിൾ ഡേ ഞാൻ കോളേജിലോട്ട് വരുമ്പോൾ പള്ളി കയറാതെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. സോ ദാറ്റ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് പോസിറ്റീവ് വൈബ്സ് ഇൻ ദിസ് കോളേജ് ദാറ്റ് ഐ ഹാവ്. ആൻഡ് ടുഡേ ഐ എം ഹാപ്പി ദാറ്റ് ഐ കെയിം ബാക്ക് ടു മൈ കോളേജ് വിത്ത് മൈ ഡോട്ടർ. ആൻഡ് ഇങ്ങനൊരു ഓണറിങ് ഫംഗ്ഷൻ നടത്തിയിട്ട് സ്പോർട്സ് പ്ലെയേഴ്സിനെയും പഴയ കോച്ചസിനെയും എല്ലാവരെയും ഓണർ ചെയ്തൊരു പരിപാടിയിലേക്ക് വിളിച്ചത് തന്നെ ഒത്തിരി സന്തോഷം. And all the best to all the faculty and members here. Thank you. We are very happy to be part of this function today. ഞങ്ങൾ 3 ഡിഫറെൻറ്റ് ബാച്ചസ് ആണ്, all from badminton. ഞാൻ 12-15 ആണ്, എൻ്റെ സീനിയർ ബാച്ചാണ്, എൻ്റെ ജൂനിയർ ബാച്ച്. ഞങ്ങളെല്ലാവരും ഒരു ടീമിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെല്ലാവരും പഠിക്കുമ്പോഴും നിഷ മിസ്സും തോമസ് സാറും ആയിരുന്നു. ആൻഡ് ദേ ഹവ് സപ്പോർട്ടഡ് us വെരി വെൽ. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇവിടുത്തെ ടെന്യൂ സമയത്ത് ഞങ്ങൾ ഇൻ്റർനാഷണൽ കളിച്ചിട്ടുണ്ട്. വെരി താങ്ക്ഫുൾ ടു ദി കോളേജ്. വി ഹവ് ഗോട്ട് ഗുഡ് മെമ്മറീസ്. സപ്പോർട്ട് സ്റ്റാഫ് സൈഡിൽ നിന്നാണെങ്കിലും ഞങ്ങളുടെ കൂടെ പഠിച്ചവരുടെ ആണെങ്കിലും it was a memorable experience for us, and we are so happy to be back here today. Thank you. Thank you. എൻ്റെ പേര് ഡോക്ടർ തോമസ് കെ എം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്റ് തെരേസാസ് കോളേജിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നിഷ ഫിലിപ്പ്. ഞങ്ങൾ രണ്ടുപേരും 2009 അപ്പോയിൻറ്റഡ് ആയത്. അതിനുശേഷം കോളേജിൻ്റെ സ്പോർട്സിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പ്രയത്നിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 23ഓളം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അത് വിവിധ ഇവൻറ്റുകളിൽ ബാഡ്മിൻ്റൺ, ബാസ്ക്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ഷൂട്ടിംഗ്, അങ്ങനെ പല ഇവൻറ്റ്സിൽ ആയിട്ട് നമ്മുടെ കോളേജിൽ 23ഓളം ഇൻ്റർനാഷണൽ പ്ലെയേഴ്സും അതുകൂടാതെ തന്നെ ഒട്ടനവധി നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ പ്ലെയേഴ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് നമ്മളിവിടെ കാണുന്നത് ഓൾ കേരള സ്റ്റേറ്റ്
ബാസ്കറ്റ്ബോൾ ടൂർണമെൻ്റാണ്. കേരളത്തിലെ പേരെടുത്ത അസംഷൻ കോളേജ്, ഇരിങ്ങാലക്കുട സെൻറ്റ് ജോസഫ് കോളേജ്, SH കോളേജ് ചാലക്കുടി, അങ്ങനെ അതുപോലെ തന്നെ സെൻറ്റ് തെരേസാസ് കോളേജ്, പ്രൊവിഡൻസ് കോളേജ് കാലിക്കറ്റ്, അതുപോലെ വളരെ പ്രധാനപ്പെട്ട കോളേജുകൾ, വളരെ ബാസ്കറ്റ്ബോൾ ഗെയിമിൽ മികവ് പുലർത്തുന്ന കോളേജസാണ് ഈ ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മളുടെ സഭാ നേതൃത്വം തന്നെയാണ്. ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റാണ്. റവറൻഡ് സിസ്റ്റർ നീലിമ, മാനേജർ ആൻഡ് പ്രൊവിൻഷ്യൽ, അതുപോലെ തന്നെ കോളേജിൻ്റെ ഡയറക്ടേഴ്സ് റവറൻഡ് സിസ്റ്റർ ടെസ CSST ആൻഡ് റവറൻഡ് സിസ്റ്റർ ഫ്രാൻസിസ് ആൻ, ഇവരുടെ രണ്ടുപേരുടെയും സഹകരണം, അതുപോലെ തന്നെ നമ്മളുടെ ന്യൂലി അപ്പോയിൻറ്റഡ് പ്രിൻസിപ്പൽ അനു ജോസഫ്, നമ്മളുടെ സീനിയേഴ്സ്, ഇവിടെ പഠിച്ചു പോയിട്ടുള്ള പ്ലെയേഴ്സ് എല്ലാവരും ഇതുമായിട്ട് വളരെയേറെ സഹകരിക്കുന്നുണ്ട്. അലുമിനി എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ് എല്ലാവരുടെയും കോഓപ്പറേഷൻ കൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് ഇത്ര മനോഹരമായിട്ട് ഇവിടെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്.